ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു പൊതിച്ചോറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം പാത്രത്തിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കടുകും വറ്റൽമുളകുമൊക്കെ ചേർത്ത് പൊട്ടിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പയറൊന്ന് വെന്ത് വരുന്ന നേരത്തിന് മീൻ വറക്കാനായിട്ട് വെക്കാം. ചീനിച്ചട്ടിയിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും മീൻ വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നും നമുക്ക് മത്തിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ മത്തി വറക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മത്തി ഒരു വശം വെന്ത് വന്ന നേരത്തിന് തിരിച്ചിട്ട് കൊടുത്തു. ആ സമയത്തേക്ക് പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും മത്തി വറുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നേ. നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് മത്തി കേട്ടോ. അതിനുശേഷം പൊതിച്ചോറിലെ ഒഴിച്ചുകൂടാനാവാത്ത ഐറ്റമായ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. മാങ്ങാ ചമ്മന്തിയായിരുന്നു നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മെയിൻ ഐറ്റം മുട്ട പൊരിച്ചത്. ഒരു 2 മുട്ട നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉള്ളി കുറേ ഏറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. മുട്ടയ്ക്കകത്ത് ഇങ്ങനെ ഉള്ളി കൂടുതലിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിന് വാഴയില വെട്ടണമായിരുന്നല്ലോ. ഇവിടെ വാഴയില ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടടുത്ത വീട്ടിൽ ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചേച്ചി നല്ലൊരു വാഴയില വെട്ടി തന്നിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ കൂടെ ഒരു കഷ്ണം ചക്കയും കൂടെ ചേച്ചി തന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്നാൽ ആ സമയത്തിന് ഇതും കൂടെ അങ്ങ് പൊളിച്ചു വെക്കാമെന്ന് കരുതി. അങ്ങനെ ചക്ക പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. നല്ല മധുരമുള്ള ചക്കയായിരുന്നു ഇത് കേട്ടോ. ഇത് ആ സമയത്ത് തന്നെ ചോറ് കെട്ടുന്നതിനും തീരുന്നതിന് മുമ്പ് തന്നെ ഇതും കഴിച്ച് തീർന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ വാഴയില അടുപ്പേ വെച്ച് വാട്ടിയെടുത്തു. അതിനുശേഷം പൊതി കെട്ടാനായിട്ട് തുടങ്ങി. കുറച്ച് വെള്ളമൊക്കെ തൂക്കി വാഴയില കുടഞ്ഞെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ചോറ് വിളമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലേക്ക് ചമ്മന്തി വെച്ച് കൊടുത്തു. പിന്നെ മുട്ട വറുത്തത്, അതിനുശേഷം പയറിൻ്റെ തോരൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീൻ കഷ്ണവും വെച്ചിട്ടുണ്ട്. മത്തി വറുത്ത 2 കഷ്ണവും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇത് പൊതിയാനായിട്ട് ഞാൻ ഇക്കായെ വിളിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്കിത് പൊതിയാനായിട്ട് നന്നായിട്ട് അറിയത്തില്ല. ഞാൻ എപ്പോൾ പൊതിഞ്ഞാലും ഇത് പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇക്കായെ പ്രാവശ്യം വിളിച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്ക എന്തായാലും ഇത് നന്നായിട്ട് പൊതിഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഉച്ച സമയമായപ്പോഴത്തേക്ക് നമ്മൾ ഇത് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് പൊതി തുറന്നു വരുമ്പോൾ തന്നെ ഈ വാഴയിലയുടെയൊക്കെ മണം പിടിച്ച് ഈ ചോറ് കഴിക്കാനായിട്ട് എന്ത് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൊതിയിലെ ചോറ് കഴിക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകെ ഒരു പൊതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി ഈ ഒരു പൊതിയിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചമ്മന്തിയുടെയും മുട്ടയുടെയും ഈ മീൻ വറുത്തതിൻ്റെയും പിന്നെ ഈ തോരൻ്റെയൊക്കെ സ്വാദ് ഒന്നിച്ച് ഈ ഇലയിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ്. വേറെ ഇത് ഫുഡ് കഴിക്കുന്നതിനേക്കാൾ സംതൃപ്തി ഇങ്ങനെയുള്ള വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കല്ലേ.